ഓക്കെ, നമ്മൾ ആക്ടിവേഷൻ എനർജി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ റേറ്റ് ഓഫ് റിയാക്ഷൻ quadruples when the temperature changes from 293 Kelvin to 313 Kelvin. Calculate energy of activation of the reaction. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ ക്വാഡ്രപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 മടങ്ങായിട്ട് വർദ്ധിക്കുക. ഇപ്പോ ടെമ്പറേച്ചർ ചേഞ്ചസ് ഫ്രം 293 Kelvin to 313 Kelvin. അത് ഫസ്റ്റ് ടെമ്പറേച്ചർ T1 293, ആ സമയത്തുള്ള റേറ്റ് കോൺസ്റ്റന്റ് K ആണ് വിചാരിക്കുക. റേറ്റ് കോൺസ്റ്റന്റ് K. സെക്കൻഡ് ടെമ്പറേച്ചർ T2 330, അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് എന്തായിരിക്കും? 4 മടങ്ങ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ 4K ആയിരിക്കും. 4K ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ആക്ടിവേഷൻ എനർജിയുമായി ബന്ധപ്പെട്ട ഇക്വേഷനിലേക്ക് വരികയാണ്. log K2/K1 equal to EA by 2.303 R into T2 minus T1 by T1 T2. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ലോഗ് K2 ന് 2K എന്നും K1 ന് ഒരു K എന്നും കൊടുക്കുകയാണെങ്കിൽ, കാരണം ക്വാഡ്രപ്പിൾ ആവാണല്ലോ, അപ്പൊ നമുക്ക് Kയും ക്യാൻസൽ ചെയ്ത 4 എന്ന് കിട്ടും. അപ്പൊ log 4 equal to EA by 2.303 into R ന്റെ വാല്യൂ 8.314 into T2 minus T1 313 minus T193 we get 20 or 20 by T1 T2 293 into 330. So നമ്മൾ EA കാണാണ്, EA നിർത്തി ബാക്കിയൊക്കെ ഇക്വേഷൻ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. So log 4 into 2.303 into 8.314 into 293 into 330 divided by 20. log 4 ന്റെ വാല്യൂ 0.6021. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 52.86 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. 52.86 കിലോ ജൂൾ പെർ മോൾ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റേറ്റ് കോൺസ്റ്റന്റ് K2 ഓഫ് എ റിയാക്ഷൻ അറ്റ് 310 Kelvin. K2 സെക്കൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ആണ്, അത് 310 Kelvin. അപ്പൊ അതെന്തായിരിക്കും? സെക്കൻഡ് ടെമ്പറേച്ചർ T2 ആയിരിക്കും. is 2 times of its rate constant K1 at 300 Kelvin. First temperature 300, ആ സമയത്തുള്ള റേറ്റ് കോൺസ്റ്റന്റ് K1 അതിന്റെ ഇരട്ടിയാണ് 310 Kelvin ആകുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ്. നമുക്കറിയാം 10 degree raise in temperature leads to rate constant becomes doubled. നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. Calculate activation energy of the reaction. ബ്രാക്കറ്റിൽ വാല്യൂ തന്നിട്ടുണ്ട്. log 2 equal to 0.3010, log 1 equal to 0. ആക്ടിവേഷൻ എനർജി കാണുന്ന ഇക്വേഷനിലേക്ക് വരികയാണ്. സോ log K2/K1 equal to EA by 2.303 R into T2 minus T1 by T1 T2. സോ log K2 എന്ന് പറഞ്ഞാൽ 2 times ആണ്. അപ്പോ 2 by K1, അപ്പോ നമ്മൾ 1 എടുക്കുക. അപ്പൊ log 2/1 equal to EA by 2.303 R ന്റെ വാല്യൂ 8.314. T2 minus T1 എന്ന് പറയുമ്പോൾ 310 minus 300, സെക്കൻഡ് ടെമ്പറേച്ചർ മൈനസ് ഫസ്റ്റ് ടെമ്പറേച്ചർ 10 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 300 into 310. log 2 ന്റെ വാല്യൂ 2/1 2, log 2 ന്റെ വാല്യൂ 0.3010 equal to EA into 10 by 2.303 into 8.314 into 300 into 310. നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് R ന്റെ വാല്യൂ നമ്മൾ 8.314 ജൂൾ കെൽവിൻ -1 മോൾ -1 ആണ് യൂണിറ്റ്. അപ്പൊ കിട്ടുന്ന വാല്യൂ ജൂളിലാണ് കിട്ടുക. അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കിലോ ജൂളിലേക്ക് മാറ്റാം. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 53,598.6 ജൂൾ പെർ മോൾ. അത് നമ്മൾ കിലോ ജൂൾക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടും 53.6 കിലോ ജൂൾ പെർ മോൾ. ഇങ്ങനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി കാണാം. സിമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. T1 T2 ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയ K1 K2. അല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള വല്ല കൃത്യമായിട്ട് വാല്യൂ തരും, അല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള വല്ല അസംഷനും തരും. അത് നമ്മൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗരിതം വാല്യൂ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ആക്ടിവേഷൻ എനർജി. ഓക്കെ, ക്ലിയർ ആണല്ലോ?
Okay, listen. Here effect of catalyst. Rate of reaction ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടറാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഉൾപ്രേരകങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കാറ്റലിസ്റ്റ് എന്നുള്ളത്. അതായത് ദ സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ബട്ട് വിച്ച് ആൾട്ടർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷനെ ആൾട്ടർ ചെയ്യാൻ കഴിവുള്ള കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത വസ്തുക്കളെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് നടത്തുന്ന റിയാക്ഷന്റെ പേരാണെന്ത്? കാറ്റാലിസിസ്. കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് നടത്തുന്ന കെമിക്കൽ റിയാക്ഷനുകളെയാണ് നമ്മൾ കാറ്റാലിസിസ് എന്ന് വിളിക്കുക. ഇനി എന്താണ് കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കേണ്ടത്? അവിടെ ശ്രദ്ധിക്കേണ്ടത് കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് the function of catalyst is to provide an alternate path of reaction with lowering of activation energy. Activation energy കുറയ്ക്കുക എന്നുള്ളതാണ് കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ. ആക്ടിവേഷൻ എനർജി കുറയ്ക്കുക. ആക്ടിവേഷൻ എനർജി കുറച്ചു കഴിഞ്ഞാൽ കൂടുതൽ റിയാക്ടന്റുകൾക്ക് ആ എനർജി ബാരിയർ ക്രോസ് ചെയ്ത് പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റും. അപ്പൊ കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? By the lowering of activation energy. Lowering of activation energy. നമുക്കൊരു ഗ്രാഫിലൂടെ എന്ത് ചെയ്യാം? കാറ്റലിസ്റ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് പഠിക്കാം. ഒരു ഗ്രാഫ് എടുത്തു. എക്സ് ആക്സിസിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ എങ്ങനെ നടക്കുന്നു, വൈ ആക്സിസിൽ എനർജി. ഇവിടെ റിയാക്ടന്റിന്റെ എനർജിയാണ് എനർജി ഓഫ് റിയാക്ടന്റ്. ഇറ്റ് ഈസ് ത്രെഷോൾഡ് എനർജി. ഇത് നോക്ക്, കാറ്റലിസ്റ്റ് ഇല്ലെങ്കിൽ റിയാക്ടന്റ് പ്രോഡക്റ്റിലേക്ക് എത്തണമെങ്കിൽ ഇവിടുന്ന് എനർജി ഓഫ് റിയാക്ടൻസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഹയർ ലെവലിലേക്ക് എത്തി എന്നിട്ട് എന്ത് ചെയ്യണം? പ്രോഡക്റ്റിലേക്ക് വരണം. അപ്പൊ ഇത്രയും ആവശ്യമുള്ള ഈ എനർജി, കാരണം ഇവിടെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയും വലിയ ഈ എനർജിയാണ് ആക്ടിവേഷൻ എനർജി. അതെല്ലാ റിയാക്ടന്റുകൾക്കും അക്വയർ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അതേസമയം കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിലോ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ എത്തി നേരെ എന്തായിട്ട് മാറി? പ്രോഡക്റ്റിലേക്ക് വന്നു. അപ്പൊ അവിടുത്തെ ആക്ടിവേഷൻ എനർജിയുടെ അളവ് ഇത്രയേ ഉള്ളൂ. അത് ഇത്രയും അവിടെ ലോവറിംഗ് ഓഫ് ആക്ടിവേഷൻ എനർജിയാണ്. ആക്ടിവേഷൻ എനർജിയെ കുറയ്ക്കാൻ പറ്റി. അത് ആരുടെ പ്രസൻസ് കൊണ്ടാണ്? കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തില് കാറ്റലിസ്റ്റ് എന്നാൽ എന്ത്? ദ സബ്സ്റ്റൻസ് വിച്ച് ആൾട്ടർ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് വിച്ച് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് കാറ്റലിസ്റ്റ്. The process by the use of catalyst is known as catalysis. The function of catalyst is the lowering of activation energy. അങ്ങനെ ആക്ടിവേഷൻ എനർജി കുറഞ്ഞാൽ കൂടുതൽ റിയാക്ടന്റുകൾക്ക് എന്താവാം? പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നു. അതാണ് റേറ്റ് ഓഫ് റിയാക്ഷനും കാറ്റലിസ്റ്റും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, സോ നമ്മളെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് കൊളീഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷന്റെ കൊളീഷൻ തിയറി. ഈ കൊളീഷൻ തിയറി എന്നുള്ളത് നമ്മളെ പ്ലസ് 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് തിയറി ഓഫ് മോളിക്കുലാർ ഗ്യാസസ്. ഗ്യാസുകളുടെ കൈനറ്റിക് തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ അതേ രൂപത്തിൽ വരുന്ന ഒരു തിയറിയാണ് കൊളീഷൻ തിയറി. കൈനറ്റിക് തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് കൊളീഷൻ തിയറി. അതിലൂടെ എങ്ങനെയാണ് റിയാക്ടന്റുകൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുക, എത്രത്തോളം പ്രോഡക്റ്റ് ആയിട്ട് മാറും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പൊ കൊളീഷൻ തിയറിയിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റിയാക്ടന്റ് മോളിക്യൂൾസ് ആർ കൺസിഡേർഡ് ആസ് ഹാർഡ് സ്ഫിയർ. ഫസ്റ്റ് പോയിന്റ് അതാണ്. റിയാക്ടന്റ് മോളിക്യൂൾസ് ആർ കൺസിഡേർഡ് ആസ് ഹാർഡ് സ്ഫിയർ. റിയാക്ടന്റ് മോളിക്യൂളുകൾ നമ്മൾ ഹാർഡ് സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. അവരെന്ത് ചെയ്യുന്നു? പരസ്പരം കൂട്ടിമുട്ടുന്നു. To bring about chemical reaction. കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടി റിയാക്ടന്റ് മോളിക്യൂളുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. ഈ കൂട്ടിമുട്ടലുകളിലൂടെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക, അതായത് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് നമ്പർ ഓഫ് കൊളീഷൻ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് വോളിയം ഓഫ് റിയാക്ഷൻ മിക്സ്ചർ ഈസ് കോൾഡ് കൊളീഷൻ ഫ്രീക്വൻസി. കൊളീഷൻ ഫ്രീക്വൻസി അതായത് നമ്പർ ഓഫ് കൊളീഷൻ പെർ യൂണിറ്റ് ടൈം
പെർ യൂണിറ്റ് വോളിയം ഓഫ് റിയാക്ഷൻ മിക്സ്ചർ. നമ്മളൊരു പ്രത്യേക സമയത്തേക്ക് ഒരു കൃത്യമായ അളവിൽ റിയാക്ഷൻ മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ എത്രത്തോളം കൊളീഷൻ നടക്കുന്നുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് കൊളീഷൻ ഫ്രീക്വൻസി. അപ്പോൾ കൊളീഷൻ ഫ്രീക്വൻസി കൂടുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റിൽ പഠിക്കുന്നത് എല്ലാ റിയാക്ടന്റുകൾക്കും ഏറ്റവും മിനിമം കൊളീഷൻ നടക്കണമെങ്കിൽ ത്രഷോൾഡ് എനർജി എങ്കിലും ഉണ്ടായിരിക്കണം. മിനിമം എമൗണ്ട് ഓഫ് എനർജി ഫോർ ദ കൊളീഷൻ ഈസ് ത്രഷോൾഡ് എനർജി. ത്രഷോൾഡ് എനർജി ഇല്ലാത്ത റിയാക്ടന്റുകൾ ഒരിക്കലും എവിടേക്ക് എത്തണില്ല, പ്രോഡക്റ്റിലേക്ക് എത്തുന്നില്ല. അതായത് കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ചില കേസുകളിലെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. റിയാക്ടന്റ് മുഴുവൻ എന്താവണില്ല, പ്രോഡക്റ്റ് ആവുന്നില്ല, ഒരു ഫ്രാക്ഷൻ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് മാറാണ് ചെയ്യുക. പിന്നെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കൊളീഷനും പ്രോഡക്റ്റിലേക്ക് എത്തിക്കും. പ്രോഡക്റ്റിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ എഫക്റ്റീവ് കൊളീഷൻ നടക്കണം. എഫക്റ്റീവ് കൊളീഷൻ എന്താണ്? എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറഞ്ഞാല് എഫക്റ്റീവ് കൊളീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊളീഷൻ നടക്കുന്ന റിയാക്ടന്റ് മോളിക്യൂളുകൾ അവർക്ക് പ്രോപ്പർ സിമ്മട്രി ഉണ്ടായിരിക്കണം, സഫീഷ്യന്റ് കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കണം. നന്നായിട്ട് എനർജി കൂട്ടിമുട്ടാൻ ആവശ്യമായ എനർജി ഉണ്ടായിരിക്കണം. സഫീഷ്യന്റ് എനർജി വിത്ത് പ്രോപ്പർ സിമ്മട്രി. കൂട്ടിമുട്ടൽ അതിന്റെ യഥാർത്ഥ സ്ഥലത്ത് തന്നെ നടക്കുകയും വേണം. അപ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുക? എഫക്റ്റീവ് കൊളീഷൻ നടക്കുക. എഫക്റ്റീവ് കൊളീഷൻ മീൻസ് the collision between the reactants or among the reactants with sufficient kinetic energy and proper orientation. അങ്ങനെ എഫക്റ്റീവ് കൊളീഷൻ നടക്കുമ്പോൾ there occur making and breaking of bond. നിലവിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നു, പുതിയ ബോണ്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ നോക്കാം? നമുക്കൊരു ഇക്വേഷനിലൂടെ എന്ത് ചെയ്യാം? റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു Z AB e raised to minus EA by RT. ZAB e raised to minus EA by RT. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മളെ അറീനിയസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് അതേ രൂപത്തിൽ വരുന്ന ഒന്നാണ് റേറ്റ് ഈസ് ഈക്വൽ ടു ZAB e raised to minus EA by RT. Z എന്ന് പറഞ്ഞാൽ കൊളീഷൻ ഫ്രീക്വൻസി. ഹിയർ Z is collision frequency. Collision frequency e raised to minus EA by RT, fraction of molecule. Fraction of molecule with same or greater than threshold energy. Fraction of molecule with energy is equal to or greater than activation energy. Activation energy യേക്കാളും കൂടുതലോ അല്ലെങ്കിൽ തുല്യമോ ആയിട്ടുള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ആണ് e raised to minus EA by RT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൊളീഷൻ തിയറിയിൽ നമ്മൾ പഠിക്കേണ്ടതേ ഉള്ളൂ. കൊളീഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് 2-3 പോസ്റ്റ്ലേറ്റുകൾ നമുക്കറിയണം. ഫസ്റ്റ് പറഞ്ഞത് the reactant molecules are considered as hard sphere that collide with each other to bring about chemical reaction. The number of collision per unit time per unit volume of reaction mixture is called collision frequency. രണ്ടാമത് പറഞ്ഞത് ത്രഷോൾഡ് എനർജി കൂടെ ഇല്ലാത്ത റിയാക്ടന്റുകൾ ഒരിക്കലും എവിടേക്ക് എത്തുന്നില്ല, എഫക്റ്റീവ് കൊളീഷനിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുന്നില്ല. പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ് എഫക്റ്റീവ് കൊളീഷൻ. എഫക്റ്റീവ് കൊളീഷൻ പറഞ്ഞാൽ മാത്രമേ പ്രോഡക്റ്റിലേക്ക് എത്തുന്നുള്ളൂ. എഫക്റ്റീവ് കൊളീഷൻ മീൻസ് ദ കൊളീഷൻ ഓഫ് റിയാക്ടൻസ് വിത്ത് സഫീഷ്യന്റ് കൈനറ്റിക് എനർജി ആൻഡ് പ്രോപ്പർ ഓറിയന്റേഷൻ. അപ്പോഴാണ് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോണ്ട് ടേക്സ് പ്ലേസ് എന്ന് പറയാൻ പറ്റുക. ദെൻ അപ്പൊ അവിടെ റേറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ZAB e raised to minus EA by RT. Z collision frequency e raised to minus EA by RT, fraction of molecule having energy equal to or greater than activation energy. ഇത്രയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ആദ്യം നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ,
പിന്നെ നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ, അതിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിൽ ഓർഡർ, മോളിക്കുലാരിറ്റി, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, ടി ഗ്രാഫ്, then temperature dependence, Arrhenius equation, activation energy, collision theory, effect of catalyst. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബോർഡ് എക്സാമിന് 4 മാർക്കാണ് ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് 4 മാർക്കും കിട്ടും. അപ്പോൾ നന്നായിട്ട് അതിൽ അറ്റൻഡ് ചെയ്യണം. ഓക്കെ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ സാധാരണ ചോദിക്കുന്ന ഒരു എളുപ്പമുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ കൺവേർഷൻ ഓഫ് മോളിക്യൂൾ എ ഗീവ്സ് പി. എ എന്നുള്ളത് ബി ആയിട്ട് മാറുന്ന റിയാക്ഷൻ ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഇൻക്രീസ്ഡ് ടു 3 times, കോൺസെൻട്രേഷൻ ഓഫ് എ 3 times ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ വിൽ ഇറ്റ് അഫക്ട് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബി? ഹൗ വിൽ ഇറ്റ് അഫക്ട് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബി? ഇതെങ്ങനെയാണ് ബിയുടെ റേറ്റ് ഓഫ് ഫോർമേഷനെ സ്വാധീനിക്കുക? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ ടു ബി എന്നുള്ളത് ഒരു സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്. നമ്മൾ ആദ്യം അതിന്റെ ഇക്വേഷൻ എഴുതി. റേറ്റ് ഈസ് ഈക്വൽ ടു കെ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2. സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് തന്നു. അപ്പൊ നമ്മൾ എടുത്ത് എഴുതി. ഇനി എയുടെ കോൺസെൻട്രേഷൻ 3 മടങ്ങ് വർദ്ധിക്കുക. When concentration of A increased to 3 times, ആ പുതിയ റേറ്റ് എന്തായിരിക്കും? 3 മടങ്ങ് വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള റേറ്റ് എന്തായിരിക്കും? റേറ്റ് ഡാഷ് ഈക്വൽ ടു കെ, എയുടെ തൊട്ട് മുമ്പിൽ 3 എന്നാണ് കൊടുക്കുക. കോൺസെൻട്രേഷൻ ഓഫ് 3A ഹോൾ റേസ് ടു 2. സോ ഇനി നമ്മൾ ചെയ്യുന്നത് ന്യൂ റേറ്റ് ഡിവൈഡഡ് ബൈ ഓൾഡ് റേറ്റ് ആണ്. അപ്പൊ റേറ്റ് ഡാഷ് ബൈ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 3 square 9 concentration of A square by K concentration of A square. K cancel ചെയ്യാം, A square cancel ചെയ്യാം, ബാക്കി only 9 is left. So 9 times increases. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ അതിന്റെ ഓർഡർ അനുസരിച്ചുള്ള റേറ്റ് ലോ ഇക്വേഷൻ എഴുതും. അപ്പൊ റേറ്റ് ഈസ് ഈക്വൽ ടു കെ എ റൈസ് ടു 2 എന്ന് കിട്ടി. പിന്നെ എക്ക് എന്ത് മാറ്റം വരുന്നു? എ 3 മടങ്ങ് കൂടുന്നു. ആ പുതിയ റേറ്റ് ഡാഷ് ഈക്വൽ ടു കെ 3A ഹോൾ റേസ് ടു 2. അത് നമ്മൾ ചെയ്യുമ്പോൾ കെ 9A സ്ക്വയർ. ന്യൂ റേറ്റ് ബൈ ഓൾഡ് റേറ്റ് ഡാഷ് ബൈ റേറ്റ് ഈസ് ഈക്വൽ ടു കെ 9A റേസ് ടു 2 ബൈ കെ എ റേസ് ടു 2. ക്യാൻസൽ ചെയ്യാവുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുക. ലാസ്റ്റ് വി ഗെറ്റ് 9 times increases. ഇനി അഥവാ 9 താഴെയാണ് കിട്ടിയെങ്കിലോ? അപ്പൊ 9 times decreases. എനിക്ക് 1/9 times increases എന്നൊക്കെ എഴുതാം. ഹിയർ 9 times increases. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ ടു ബി ഫോളോസ് സെക്കൻഡ് ഓർഡർ. എ എന്നുള്ളത് ബി ആയിട്ട് മാറാം, സെക്കൻഡ് ഓർഡർ ആണ്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഇക്വേഷൻ ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റൈറ്റ് ഇക്വേഷൻ എഴുതണം. സോ റൈറ്റ് ഈസ് ഈക്വൽ ടു കെ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2 എഴുതി. നമുക്കൊരു മാർക്ക് കിട്ടി. അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഇൻക്രീസ്ഡ് ടു 4 times, എയുടെ കോൺസെൻട്രേഷൻ 4 മടങ്ങ് കൂടുകയാണെങ്കിൽ ഹൗ വിൽ ഇറ്റ് അഫക്ട് ഫോർമേഷൻ ഓഫ് ബി? എങ്ങനെയാണത് ബിയുടെ ഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യുക? നോക്ക്. അപ്പൊ റൈറ്റ് ഡാഷ് ഈക്വൽ ടു കെ ഇൻറ്റു എക്ക് പകരം എന്താക്കണം? 4A ഹോൾ സ്ക്വയർ. ന്യൂ റേറ്റ് ബൈ ഓൾഡ് റേറ്റ്. റൈറ്റ് ഡാഷ് ബൈ റേറ്റ് ഈസ് ഈക്വൽ ടു K into 4 square 60 concentration of A square divided by K concentration of A square. Cancel ചെയ്യാവുന്നതൊക്കെ ചെയ്താൽ ലാസ്റ്റ് വി ഗെറ്റ് 16 times increases. 16 times increases. അപ്പോൾ ഓക്കെ, നമ്മൾ ആ ചാപ്റ്ററിലെ എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിലെ ഫുൾ മാർക്ക് 4 മാർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങളും അതിനനുസരിച്ച് വരിക. നന്നായിട്ട് NCERT ബുക്ക് തറവായിട്ട് വായിക്കുക. എന്നാലേ നമുക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.